ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരെ ഇന്ത്യൻ സായുധ സേന നടത്തിയ വിജയകരമായ പോരാട്ടത്തെ പ്രശംസിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സേനാ നേതൃത്വവുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ രാജ്യം നേടിയ സ്വയം പര്യാപ്തതയുടെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ 6ാമത്തെ സെമി കണ്ടക്ടർ യൂണിറ്റ് ഉത്തർപ്രദേശിലെ ജേവാർ വിമാനത്താവളത്തിൽ സ്ഥാപിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 31 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. രാജ്യത്തെ നക്സൽ മുക്തമാക്കാൻ സംസ്ഥാന പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് സിആർപിഎഫ്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് നാളെ സമാപനം. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സിൽ കേരളത്തിന് ഇന്ന് വെള്ളി. മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സായുധ സേനയുടെ ധീരതയെയും അർപ്പണബോധത്തെയും പ്രശംസിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭീകരതയ്ക്ക് എതിരെ ഇന്ത്യ വിജയകരമായ പ്രതികരണമാണ് നടത്തിയതെന്നും സേനാ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രപതി വ്യക്തമാക്കി. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് എന്നിവരാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി രാഷ്ട്രപതിയെ നേരിൽ കണ്ടത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയകരമായ നിർവഹണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി സംയുക്ത സൈനിക മേധാവിയും 3 സേനാ മേധാവികളും ഉന്നതതല യോഗവും ചേർന്നിരുന്നു. സാധാരണക്കാരെയും സൈനികരെയും ലക്ഷ്യം വെച്ചുള്ള ഭീകരാക്രമണങ്ങളോടുള്ള ഇന്ത്യയുടെ ശ്രദ്ധാപൂർവവും തന്ത്രപരവുമായ സൈനിക പ്രതികരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേന്ദ്ര സർക്കാർ. അതിനൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടെയാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ നേടിയ സ്വയം പര്യാപ്തതയുടെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും സർക്കാർ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരവാദത്തിനെതിരെ ശക്തമായ സന്ദേശം നൽകിയ ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു. മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച തിരംഗ യാത്രയിൽ വിമുക്ത ഭടന്മാരും ജനങ്ങളും അണിചേർന്നു. പഹൽഗാമിൽ ഭീകരർ കൊലപ്പെടുത്തിയവർക്കും ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ച സൈനികർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു. മറ്റന്നാൾ കണ്ണൂരിലും വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിക്കും. ഗ്ലോബൽ ടൈംസ്, ഷിൻഹുവ ന്യൂസ് ഏജൻസി, ടിആർടി വേൾഡ് എന്നിവയുടെ എക്സ് അക്കൌണ്ടുകൾ ഇന്ത്യയിൽ നിരോധിച്ചു. പാകിസ്ഥാൻ പുറത്തിറക്കിയ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിച്ചതിനാണ് അവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ചൈനയിലെ പീപ്പിൾസ് ഡെയിലിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് ഭാഷാ ടാബ്ലോയിഡാണ് ഗ്ലോബൽ ടൈംസ്. ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ഷിൻഹുവ ന്യൂസ് ഏജൻസി. ടിആർടി വേൾഡ് തുർക്കിയയുടെ പൊതുപ്രക്ഷേപണ കേന്ദ്രമാണ്. ഇന്ത്യയുടെ 6ാമത്തെ സെമി കണ്ടക്ടർ യൂണിറ്റ് ഉത്തർപ്രദേശിലെ ജേവാർ വിമാനത്താവളത്തിൽ സ്ഥാപിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഫോക്സ്കോണും ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടർ ലിമിറ്റഡും സംയുക്തമായാണ് പുതിയ യൂണിറ്റ് ആരംഭിക്കുന്നത്. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായുള്ള ഡിസ്പ്ലേ ഡ്രൈവർ ചിപ്പുകളാണ് ഈ യൂണിറ്റിൽ നിർമ്മിക്കുന്നത്. 3700 കോടി രൂപയുടെ നിക്ഷേപം ഇതിലൂടെ ലഭ്യമാകുമെന്നും നിരവധി തൊഴിലവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. आज प्रधानमंत्री ने कैबिनेट में सेमीकंडक्टर यूनिट, जो भारत का 6ठा सेमीकंडक्टर यूनिट बनेगा, वो जेवर उत्तर प्रदेश में बन रहा है, उसको अप्रूव किया है. अब तक 5 सेमीकंडक्टर की यूनिट्स इंडिया सेमीकंडक्टर मिशन के तहत अप्रूव होने के बाद में बहुत तेजी से उसमें कंस्ट्रक्शन चल रहा है उन 5 में, और एक का प्रोडक्शन इस वर्ष 2025 से स्टार्ट हो जाएगा. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ നിർണായകമായെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാൻ കസ്റ്റഡിയിലായിരുന്ന ബിഎസ്എഫ് ജവാൻ പൂർണം കുമാർ ഷാ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. അട്ടാരി അതിർത്തി വഴി ഇന്ന് രാവിലെയാണ് അദ്ദേഹം തിരികെയെത്തിയത്. അബദ്ധത്തിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്നതിന് കഴിഞ്ഞ മാസം 23-നാണ് പഞ്ചാബിലെ ഫിറോസ്പൂർ സെക്ടറിൽ നിന്നും ജവാനെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത്. അതിർത്തിയിലെ കർഷകരുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന സംഘത്തിലെ അംഗമായിരുന്നു പൂർണം കുമാർ ഷാ. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ രാജസ്ഥാനിലെ ജയ്പൂരിലെത്തും.
മുൻ ഉപരാഷ്ട്രപതി ബൈരോൺ സിംഗ് ഷെഖാവത്തിന്റെ സ്മരണാർത്ഥം ജയ്പൂരിൽ നിർമ്മിച്ച ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ 11ാമത് ഉപരാഷ്ട്രപതിയായിരുന്നു ബൈരോൺ സിംഗ് ഷെഖാവത്ത്. രാജ്യസഭാംഗം, രാജസ്ഥാൻ മുഖ്യമന്ത്രി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ രാവിലെ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ പിൻഗാമിയായാണ് ജസ്റ്റിസ് ബി.ആർ. ഗവായ് ചുമതലയേറ്റത്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, സുപ്രീം കോടതി ജഡ്ജിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 2025 നവംബർ 23 വരെ ജസ്റ്റിസ് ഗവായ് ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് തുടരും. 2019 മുതൽ സുപ്രീം കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വേഗതയേറിയ 5G ശൃംഖല ഇന്ത്യയിലാകെ വിന്യസിച്ചിട്ടുണ്ടെന്നും വെറും 2 വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം 4,70,000-ത്തിലധികം ബേസ് ട്രാൻസീവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചുവെന്നും കേന്ദ്ര സഹമന്ത്രി ചന്ദ്രശേഖർ പൊമ്മാസാനി ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ഭാരത് 6G 2025ന്റെ 3ാമത് അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ പൊമ്മാസാനി. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിലൂടെ ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ രാജ്യത്തെ 80% ജനങ്ങളിലേക്കും 5G സേവനങ്ങൾ ലഭ്യമാക്കിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിൽ കരേഗുട്ട മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 31 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. 21 ദിവസം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ 16 വനിതാ മാവോയിസ്റ്റുകൾ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത്. ബീജാപൂരിൽ നടന്ന പത്രസമ്മേളനത്തിൽ CRPF, ഛത്തീസ്ഗഡ് പോലീസ് മേധാവിമാർ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 2026 മാർച്ചോടെ രാജ്യത്തെ നക്സൽ മുക്തമാക്കാൻ സംസ്ഥാന പോലീസുമായി സഹകരിച്ച് കേന്ദ്ര സുരക്ഷാ സേനകൾ മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് CRPF DGP ज्ञानेन्द्र प्रताप सिंह പറഞ്ഞു. सुरक्षा एजेंसियां अब अत्याधुनिक तकनीकों का उपयोग कर नक्सल गतिविधियों पर सटीक निगरानी रखे हुए हैं. वर्ष 2025 में केवल 6 जिले नक्सल गतिविधियों से मोस्ट अफेक्टेड देखे गए, जो कि संख्या 2014 में 35 थी. वहीं नक्सल प्रभावित जिले 126 से घटकर 18 ही रह गए हैं, जबकि 2024 में 42 जिलों के सिर्फ 151 थानों में 374 घटनाएं ही दर्ज हुई हैं. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 2-ന് ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ പരിസര ശുചീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്കൂൾ തലത്തിൽ PTA യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നും വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈനായി സ്വീകരിച്ചു തുടങ്ങി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി പ്രവേശന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഹെൽപ്പ് ഡെസ്ക് സജ്ജമാക്കിയിട്ടുണ്ട്. 20 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരം. ട്രയൽ അലോട്ട്മെന്റ് 24-ന് നടക്കും. ജൂൺ 18-നാണ് ക്ലാസുകൾ ആരംഭിക്കുക. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് നാളെ ബീഹാറിൽ സമാപനം. 141 മെഡലുകളുമായി മഹാരാഷ്ട്ര 1ാം സ്ഥാനത്താണ്. രാജസ്ഥാൻ 2ാം സ്ഥാനത്തും ഹരിയാന 3ാം സ്ഥാനത്തുമാണ്. ഇന്ന് നടന്ന ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സിൽ കേരളത്തിന് വെള്ളി. മിൻഹാജ് എസ് സാജാണ് പുരുഷ ഫ്ലോർ ഇനത്തിൽ വെള്ളി മെഡൽ നേടിയത്. പ്രസരണിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ആകാശവാണി തിരുവനന്തപുരം മീഡിയം വേവ് ട്രാൻസ്മിറ്റർ വഴിയുള്ള പ്രക്ഷേപണം നാളെ രാവിലെ 10:15 മുതൽ തടസ്സപ്പെടും. വൈകുന്നേരം 5 മണിവരെയോ അറ്റകുറ്റപ്പണി പൂർത്തിയാകുന്നതുവരെയോ ആണ് പ്രക്ഷേപണം തടസ്സപ്പെടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്ക് എതിരെ ഇന്ത്യൻ സായുധ സേന നടത്തിയ വിജയകരമായ പോരാട്ടത്തെ പ്രശംസിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സേനാ നേതൃത്വവുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ രാജ്യം നേടിയ സ്വയം പര്യാപ്തതയുടെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ 6ാമത്തെ സെമി കണ്ടക്ടർ യൂണിറ്റ് ഉത്തർപ്രദേശിലെ ജേവാർ വിമാനത്താവളത്തിൽ സ്ഥാപിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 31 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. രാജ്യത്തെ നക്സൽ മുക്തമാക്കാൻ സംസ്ഥാന പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് CRPF. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് നാളെ സമാപനം. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സിൽ കേരളത്തിന് ഇന്ന് വെള്ളി. മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.